ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. താരനും മുടിപൊഴിച്ചിലുമാണോ നിങ്ങളുടെ പ്രശ്നം? ഈ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ അടുക്കളയിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വരൂ നമുക്ക് നോക്കാം. ഉപ്പ് കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റിയാൽ എന്താ എളുപ്പമല്ലേ? അതെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണല്ലേ താരനും അതേപോലെ തന്നെ മുടി കൊഴിച്ചിലും പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെയുള്ള നരയും. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമ്മുടെ ഉപ്പ് കൊണ്ട് സാധിക്കും. നമ്മൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, തല കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതിയാവും. നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാൻ സാധിക്കും. തലയിലെ താരൻ പൂർണ്ണമായും മാറ്റാൻ ഈ ഒരു വിദ്യ കൊണ്ട് സാധിക്കും. നമ്മൾ കുളിക്കുന്ന മുമ്പേ ഉള്ള ആ വെള്ളത്തിൽ സ്വല്പം ഉപ്പ്, അധികമൊന്നും വേണ്ട, സ്വല്പം ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളം വെച്ച് നമ്മുടെ മുടി കഴുകിയാൽ മാത്രം മതിയാവും. നമ്മുടെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരമായി കഴിഞ്ഞു. ഉപ്പ് ഉപയോഗിച്ച് മുടി കഴുകുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിലുള്ള അഴുക്കൊക്കെ മൊത്തമായിട്ട് മാറിപ്പോവുകയും അതേപോലെ നമ്മുടെ മുടി നല്ല കരുത്തോട് കൂടിയിട്ട് വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മൾ പലതരത്തിലുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഡാൻഡ്രഫിന് വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിൽ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും ഫലം കിട്ടിയതായിട്ടുള്ള അറിവൊക്കെ നമുക്ക് വളരെ കുറവാണ് അല്ലേ? പക്ഷേ ഈ ഒരു ഉപ്പ് കൊണ്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ആയാലും അതൊരു പാത്രത്തിലോട്ട് സ്വല്പം എടുക്കുക, അതിലോട്ട് നുള്ളിൽ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഉപയോഗിക്കുക. കാരണം നമ്മൾ ഒരിക്കലും ഷാമ്പു നമ്മൾ തലയിലോട്ട് നേരിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറച്ച് വെള്ളത്തിൽ അതൊന്ന് കലക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ നേരിട്ട് നമ്മുടെ ഷാമ്പു യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിനൊക്കെ അത് ദോഷം ചെയ്യാനും ചാൻസ് ഉണ്ട്. കാരണം പല കെമിക്കൽ അടങ്ങിയ സാധനമാണ് നമ്മുടെ ഷാമ്പു. അപ്പോൾ അത് നേരിട്ട് നമ്മൾ യൂസ് ചെയ്യണേക്കാട്ടിയും കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ തലയിൽ നല്ലതുപോലെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിത് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മുടെ മുടിയിലുള്ള അഴുക്ക് ഒക്കെ മാറി നമ്മുടെ മുടി നല്ല നീറ്റായിട്ട് കിട്ടാനും സഹായിക്കുന്നു. ഈ ഒരു ഷാമ്പൂ വാഷ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ ഉപ്പിട്ടുള്ള മുടി കഴുകുന്നത് ആഴ്ചയിൽ ഒരു 4 തവണയൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവും തന്നെ ഉണ്ടാകുന്നില്ല. ഇത് നമുക്ക് മുടിക്ക് നല്ല കരുത്ത് കിട്ടാനും അതേപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടാനും ഒക്കെ സഹായിക്കുന്നു. അതേപോലെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറുന്നതിനോടൊപ്പം തന്നെ മുടി നല്ല കരുത്തോട് കൂടിയിട്ട് വളരാനും ഇത് സഹായിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.